ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിളവെടുപ്പ് സീസണിൽ തൊഴിലാളി ക്ഷാമത്താൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ കർഷകർ.
ചരിത്രത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം മെട്ട് തേവാരം റോഡിന് വീണ്ടും സാധ്യത തെളിയുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വിളവെടുപ്പ് സീസണിൽ തൊഴിലാളി ക്ഷാമത്താൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ കർഷകർ. ഏലത്തോട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ എത്തുന്നതിനാൽ യാത്രാ പ്രതിസന്ധി രൂക്ഷമല്ലെങ്കിലും കുരുമുളക്, കാപ്പി വിളവെടുപ്പ് എടുക്കുവാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. ഇതോടുകൂടി മിക്ക തോട്ടങ്ങളിലും കുടുംബാംഗങ്ങൾ തന്നെയാണ് വിളവെടുക്കുന്നത്. ഇതോടുകൂടി വിളവെടുപ്പിനായി ആധുനിക യന്ത്ര സാമഗ്രികളെയും ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറവല്ല. കഴിഞ്ഞ മാസം മുതലാണ് കാപ്പി, കുരുമുളക് വിളവെടുപ്പ് ആരംഭിച്ചത്. കാലാവസ്ഥ വ്യതിയാനം മൂലം കുരുമുളക് നേരത്തെ തന്നെ ഇടവിട്ട് പഴുക്കുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായിരുന്നു. ഇതിനാൽ തന്നെ ഒറ്റയടിക്ക് കുരുമുളക് വിളവെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഓരോ തോട്ടത്തിലും 10 മുതൽ 15 വരെ തൊഴിലാളികളെങ്കിലും ഉണ്ടെങ്കിലേ സമയബന്ധിതമായി വിളവെടുക്കാൻ സാധിക്കൂ. എന്നാൽ തൊഴിലാളികളെ ലഭിക്കാതെ വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹൈറേഞ്ചിലെ കർഷകർ. തദ്ദേശീയരായ തൊഴിലാളികൾ ഈ രംഗത്തേക്ക് കടന്നു വരാത്തതാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം. ഏലത്തോട്ടങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികൾ പണിയെടുക്കുന്നതിനാൽ ഏലക്കായയുടെ വിളവെടുപ്പ് സമയബന്ധിതമായി നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം തൊഴിലാളികൾക്ക് കുരുമുളകും കാപ്പിയും വിളവെടുക്കുന്നതിനുള്ള വൈവിധ്യം ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി. ഇന്ന് ഈ കാർഷിക മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ തൊഴിലാളി ക്ഷാമം. തൊഴിലാളി ക്ഷാമം എന്ന് പറയുമ്പോൾ ഇവിടെ കുരുമുളക് പറിക്കുന്ന സീസണാണ്. കുരുമുളക് പറിക്കുന്ന സീസൺ എന്ന് പറഞ്ഞാൽ ഈ വർഷം വിളവ് തീർത്ത മോശമാണ്. കുരുമുളക് കൃഷികളൊക്കെ ഏകദേശം 90% നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും ഉള്ള കുരുമുളക് അത് പറിച്ച് എടുക്കുന്ന സമയമാണ്, സീസൺ സമയമാണ്. ഈ സമയത്ത് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. മുമ്പൊക്കെ തൊഴിലാളികളെ സുലഭമായിട്ട് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥ. ഒരു മാസത്തിനുള്ളിൽ തന്നെ കുരുമുളകിന്റെ വിളവെടുപ്പ് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും കർഷകർക്കുണ്ടാവുക. കുരുമുളക് പഴുത്ത നിലയിൽ വീണു പോകുന്ന സാഹചര്യമുണ്ടാകും. കാപ്പിക്കുരുവിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ചരിത്രത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്. ഉപ്പുതറ പഞ്ചായത്ത് ബഡ്ജറ്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ അവതരിപ്പിച്ചത്. ഉപ്പുതറ പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ സരിത PS കൂറുമാറി LDF-ലെത്തി. വൈസ് പ്രസിഡന്റായി ഇവർ അവതരിപ്പിച്ച കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റും UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ചു വന്നയാളാണ്. എന്നാൽ കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ആ വ്യക്തി LDF-ൻ്റെ ഭാഗമായി കൂറുമാറി വൈസ് പ്രസിഡന്റ് ആകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം നടന്നിട്ടുള്ള ബജറ്റ് കമ്മിറ്റികളിൽ, കരട് ബജറ്റ് കമ്മിറ്റികളിലുമെല്ലാം UDF-ൻ്റെ ജനപ്രതിനിധികൾ ഒന്നടങ്കം ബഹിഷ്കരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ തവണയും ഇന്ന് നടന്ന കരട് ബജറ്റ് കമ്മിറ്റി അംഗീകാരത്തിൽ UDF അംഗങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുവാൻ തീരുമാനിക്കുകയും LDF-ൻ്റെ ഫോറം തികയാത്തതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, സ്വാഭാവികമായും UDF-ൻ്റെ ഭാഗമായി ഇരുന്ന ജനപ്രതിനിധി LDF വൈസ് പ്രസിഡൻ്റായി കൂറുമാറി LDF-ൻ്റെ വൈസ് പ്രസിഡൻ്റായി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനോട് മാനസികമായി ഐക്യപ്പെടുവാനായിട്ട് ഒരു UDF-ൻ്റെ അംഗങ്ങൾക്കും സാധ്യമല്ല എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം മെട്ട് തേവാരം റോഡിന് വീണ്ടും സാധ്യത തെളിയുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർത്തതോടുകൂടിയാണ് വികസന കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന പാതയുടെ സാധ്യത തെളിയുന്നത്. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാവും. ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ഏറെ സജീവമായിരുന്ന പാതയാണ് നെടുങ്കണ്ടത്തിന് സമീപം തേവാരമെട്ടിൽ നിന്നും തേവാരത്തേക്കുള്ളത്. ഹൈറേഞ്ചിലെ മറ്റ് അന്തർ സംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലെ താഴ്വാരത്തിലെത്താമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. മുമ്പ് ജീപ്പ് റോഡ് ഉണ്ടായിരുന്ന പാത ഇന്ന് കുറ്റിക്കാടുകൾ കയറിയ നിലയിലാണ്. റോഡ് യാഥാർത്ഥ്യമായാൽ കൊച്ചിയും മധുരയും തമ്മിലുള്ള റോഡ് ഗതാഗതം കുറഞ്ഞ ദൂരത്തിൽ സാധ്യമാകും. മുമ്പ് ചരക്കു നീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പാതയ്ക്ക് വേണ്ടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർക്കുകയാണ്.
അടിയന്തരമായ പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി കേരള, തമിഴ്നാട് ഗവൺമെന്റുകളെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് ഇവർ. കേന്ദ്ര അനുമതി ലഭിക്കുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. பல ஆண்டு காலங்களாக போராடி வருகிற பொதுமக்களின் நலநிலை கருதி சாலை பணிகளை விரிவாக பணி നിറവേറ്റി കൊടുത്താൽ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് 60 കിലോമീറ്ററിന്റെ കുറവ് ശബരിമലയിൽ എത്തുന്നതിന് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത് തമിഴ് ഭക്തരെ മാത്രമല്ല, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹമാകും. ഉടുമ്പൻചോലയിലെ ഏലമലക്കാടുകളിൽ ദിവസേന ജോലിക്കെത്തുന്ന 10,000-കണക്കിന് തമിഴ് തൊഴിലാളികൾ, ശബരിമല തീർത്ഥാടകർ എന്നിവർക്ക് ഗുണകരമാകും. നെടുങ്കണ്ടത്ത് നിന്നും തേനി, മധുര മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ദൂരം 30 കിലോമീറ്ററോളം ലാഭിക്കാം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാജകുമാരി നോർത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം MN ഹരിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം, ഭൂവിഷയം തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമാണ് CPM പ്രചരണം നടത്തുന്നത്. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഇടുക്കിയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. രാജകുമാരി പഞ്ചായത്തിലെ 3 ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി രാജകുമാരി നോർത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം MN ഹരിക്കുട്ടൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം സുമ ബിജുമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം P രവി മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AP രവീന്ദ്രൻ, P രാജാറാം, S മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM രാജകുമാരി നോർത്ത് ലോക്കൽ സെക്രട്ടറി സ്വാഗതവും സൗത്ത് ലോക്കൽ സെക്രട്ടറി KJ സിജു നന്ദിയും രേഖപ്പെടുത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. ക്ഷീര കർഷക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മരുതുംപേട്ട, മ്ലാമല ആപ്കോസുകളിലെ കർഷകർക്ക് സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മിൽമ എറണാകുളം മേഖലാ ഡയറക്ടർ ബോർഡ് അംഗം KK ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. മരുതുംപേട്ട ആപ്കോസ് പ്രസിഡന്റ് രാജേന്ദ്രൻ മാരിയിൽ അധ്യക്ഷനായി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീര സഹകരണ സ്ഥാപനമായ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് മിൽമ എറണാകുളം മേഖലാ യൂണിയനെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി പ്രാഥമിക സംഘതലത്തിൽ നടപ്പാക്കുന്ന ക്ഷീര കർഷക പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മിൽമ P&I മാനേജർ പ്രമോദ് VS, P&I സൂപ്പർവൈസർമാരായ അഖിൽ ആനന്ദ്, അതുൽ ലിജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അത് കഴുകി കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ സോപ്പിൻ്റെ അംശമൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ പാലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് സാധനവും വലിച്ചെടുക്കുന്ന സാധനമാണ് പാല്. അപ്പോൾ അത് ഡിറ്റർജൻറ്റിൻ്റെ അംശം പാലിലേക്ക് കലരുകയും അത് പാലില്ലാത്ത ഡിറ്റർജൻറ്റ് പോസിറ്റീവായിട്ട് കാണിക്കുകയും ചെയ്യും. സെക്രട്ടറിമാരായ ജെസ്സി അമ്മ, നൈന, രഞ്ജിത രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇനിയൊരു ഇടവേള. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്.
അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 9446966421. വീണ്ടും വാർത്തയിലേക്ക്. പഴയ ആലുവ മൂന്നാർ രാജപാത യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടും ഈ ആവശ്യം ഉന്നയിച്ച് ഈ മാസം 16-ന് പൂയംകുട്ടി മുതൽ നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കെതിരെയും കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെയും മറ്റാളുകൾക്കെതിരെയും കേസെടുത്ത പോലീസ് വനംവകുപ്പ് നടപടികളിൽ പ്രതിഷേധിച്ചും മാങ്കുളത്ത് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നാണ് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മാങ്കുളം റേഷൻ കട സിറ്റിയിൽ നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പന്തം കൊളുത്തിയുള്ള പ്രതിഷേധ പ്രകടനം ജനകീയ സമിതി കൺവീനർ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു നാട്ടില് നടക്കുവാനായിട്ട് വഴി നടക്കാനായിട്ട് അവകാശമില്ല എന്ന് പറയുന്നതിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിച്ചത്. അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് 89 വയസ്സുള്ള അഭിവന്ദ്യ മുൻ പിതാവ് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടില്, ഇടുക്കിയുടെ സമാരാധ്യനായ MP ഡീൻ കുര്യാക്കോസ്, കോതമംഗലത്തിന്റെ MLA ആന്റണി ജോണ്, അതുപോലെ തന്നെയുള്ള ജനപ്രതിനിധികൾക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് അവര് രജിസ്റ്റർ ചെയ്തിരിക്കുക. മാങ്കുളത്തെ ആദ്യകാല കർഷകനായ PM മാത്യുവിന് ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പ്രതിഷേധ പന്തം കൈമാറി. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സമരസമിതി ഭാരവാഹികൾ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനം പള്ളി സിറ്റിയിൽ സമാപിച്ചു. അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധവുമായി ഇതിനോടകം കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത കമ്മിറ്റി അടക്കം രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മാങ്കുളം വിഷയത്തിൽ വലിയ പ്രതിഷേധം നടന്നത്. രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 16-ന് സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി മാറിയിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായി. ആശാവർക്കർമാരുടെ സമരം, സർക്കാർ നീതി പാലിക്കുക, അംഗനവാടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. അവരെല്ലാവർക്കും ശമ്പളമില്ല, മുന്നോട്ട് ജീവിക്കാൻ മാർഗമില്ല എന്ന് പറയുന്ന ദീനരോധനങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പടിയും ആ പ്രദേശങ്ങളും എല്ലാം. അവരുടെ ദുഃഖരോധനം കൊണ്ട് കേരളത്തിൻ്റെ
വിരിമാറിലേക്ക് അവരുടെ രോദനങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നടക്കുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ്, വി കെ കുഞ്ഞുമോൻ, സിനി ജോസഫ്, ജോർജ് ജോസഫ് കണക്കാലി, ജോണി CJ, ഫ്രാൻസിസ് അർക്കപ്പറമ്പിൽ, ശിവൻകുട്ടി, ബേബി അരിപ്പറമ്പിൽ, മേരിക്കുട്ടി ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. CPIM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം B. അനൂപ് ഉദ്ഘാടനം ചെയ്തു. അനാവശ്യ നിർമ്മാണ നിരോധനം പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക, കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക, ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ NOC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, പഞ്ചായത്തുകൾ നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ലിസ്റ്റിന് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി സമയബന്ധിതമായി അംഗീകാരം നൽകുക, തോട്ടമേഖലയിലെ ഭവന പദ്ധതി നടപ്പിലാക്കുക, ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ചട്ടരൂപീകരണം ഉടൻ പൂർത്തിയാക്കുക, ദുരന്ത നിവാരണ അതോറിറ്റി നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന റെഡ് സോൺ, ഓറഞ്ച് സോൺ മേഖലകൾ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണ്ണയിക്കുക, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPIM നേതൃത്വത്തിൽ ഉപ്പുതറയിൽ സംഘടിപ്പിച്ച ബഹുജന സായാഹ്ന ധർണ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജൻ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി സിജിമോ ടൈറ്റസ്, VP ജോൺ, K. കലേഷ് കുമാർ, VP പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. 750 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നവുമായി ഒരാൾ പിടിയിൽ. മൂലമറ്റം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കട നടത്തുന്ന മൂലമറ്റം ഒല്ലുംപറമ്പിൽ പ്രദീപ് K എന്ന ആളുടെ കടയിൽ നിന്നും ഇന്നലെ 750 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടത്തുന്ന ഡി-ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി കാഞ്ഞാർ പോലീസും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ജില്ലയിലുടനീളം നിരന്തര പരിശോധനകൾ ഇനിയും നടത്തുകയും ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടികൾ തുടരുകയും ചെയ്യുന്നതാണ്. ചുറ്റുപാടുകളിൽ നടക്കുന്ന ലഹരി വസ്തുക്കളുടെ കച്ചവടങ്ങളോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിന്റെ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കുക. ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും. കൂടാതെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ ജില്ലാ നർക്കോട്ടിക് സെല്ലിന്റെ നമ്പറിലും അയക്കാവുന്നതാണ്. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിളവെടുപ്പ് സീസണിൽ തൊഴിലാളി ക്ഷാമത്താൽ നട്ടം തിരിഞ്ഞ ഹൈറേഞ്ചിലെ കർഷകർ. ചരിത്രത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം 8 തേവാരം റോഡിന് വീണ്ടും സാധ്യത തെളിയുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ, കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്
ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.